إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബാദുർ റഹ്മാൻ അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, പരമകാരുണ്യകൻ്റെ ഇഷ്ടദാസന്മാർ, അവരുടെ സിഫാത്തുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇബാദുർ റഹ്മാൻ സമാധാനകാംക്ഷികളാണെന്നും ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ് എന്നും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രി ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുകയും റബ്ബിലേക്ക് അടുക്കുന്നവരുമാണവർ എന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമതായി അവരുടെ വിശേഷണത്തിൽപ്പെട്ടതാണ് വല്ലദീന യഖൂലൂന റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അസ്രിഫ് അന്നാ അദാബ ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, ആ ശിക്ഷയെ നീ ഞങ്ങളിൽ നിന്നും അകറ്റിത്തരണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, ആ ശിക്ഷ തീർച്ചയായും ഒരു തീരാനഷ്ടവും മനുഷ്യന് അങ്ങേയറ്റത്തെ പരാജയവും നിന്ദ്യതയുമായിരിക്കും. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ, ആ നരകാഗ്നിയിൽ വല്ലവരും പ്രവേശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതേറ്റവും മ്ലേച്ഛമായ, ദുഷിച്ച, മോശപ്പെട്ട വാസസ്ഥലവും സങ്കേതവുമാകുന്നു എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരത്തിൽ പോലും തശഹുദിൽ നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് ഇസ്തഈദു ബില്ലാഹി മിൻ അർബ, 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടണം, ഇസ്തിആദത്ത് ചെയ്യണം. മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, വമിൻ അദാബിൻ നാർ, നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹ്യ, ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മമാത്,
മരണവും മരണാനന്തരവുമായിട്ട് നേരിടാനുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണമെന്നാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ വഇദൽ ജഹീമു സുഇറത്, നരകാഗ്നി അത് കത്തിജ്വലിക്കപ്പെടുമ്പോൾ, കത്തിക്കൊണ്ടിരിക്കുന്ന നരകാഗ്നിയെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അഗ്നിയായി, ഒരിക്കലും തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള തീയായി അതിനെ കത്തിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാറുകും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. ആദം സന്തതിയായ മനുഷ്യൻ കത്തിക്കുന്ന ഈ ദുനിയാവിലെ ഏറ്റവും കഠിനമായ തീ നിങ്ങൾ എടുത്തോളൂ. ഭൂമിയിൽ മനുഷ്യന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കാഠിന്യമേറിയ തീ പോലും അന്ത്യദിനത്തിലെ നരകാഗ്നിയുടെ തീയിന്റെ 70% മാത്രമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. قال صلى الله عليه وسلم لو أن قطرة من الزقوم قطرت في الدنيا لأفسدت على أهل الدنيا معايشهم فكيف بمن يكون طعامه. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഖൂമാണ് നരകാഗ്നിക്കർഹരാകുന്ന ആളുകളുടെ ഭക്ഷണം. നരകത്തിലെ ഭക്ഷണമാണ് സഖൂം. ആ സഖൂമിൽ നിന്നുള്ള ഒരു തുള്ളിയെങ്ങാനും ഭൂമിയിലേക്ക് വീണിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുഴുവനും, നിങ്ങളുടെ എല്ലാ ഭക്ഷണപാനീയങ്ങളും നശിച്ചു പോകുമായിരുന്നുവെന്ന്, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെ മആയിഷും നശിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫകൈഫ ബിമൻ യകൂനു തആമ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അന്ത്യദിനത്തിൽ നരകാഗ്നിയിൽ അത് തന്റെ ഭക്ഷണമായി ലഭിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? റവാഹുൽ ഇമാം തിർമിദി വഹസനഹു അൽബാനി റഹിമഹുല്ലാഹ്. قال النبي صلى الله عليه وسلم إن أهون أهل النار عذابا من له نعلان وشراكان من نار يغلي منهما دماغه كما يغلي المرجل ما يرى أن أحدا أشد منه عذابا وإنه لأهونهم عذابا. رواه الإمام مسلم. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ നരകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ഞാറുകൊണ്ട്, നരകം കൊണ്ട് ഉള്ള ഒരു ചെരുപ്പും വാറുമാണ് അവന്റെ കാലിൽ അണിയിക്കപ്പെടുക. ആ അണിയിക്കപ്പെട്ട ചെരുപ്പ് കൊണ്ട് അവന്റെ തലച്ചോറ് പോലും തിളച്ചു മറിയുന്ന വിധത്തിൽ അതിന്റെ കാഠിന്യവും ശിക്ഷയും അവൻ അനുഭവിക്കും. കമാ യഗ്ലിൽ മിർജൽ, ലോഹങ്ങൾ ഉരുക്കാൻ വേണ്ടിയിട്ട് കൊല്ലൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ലോഹം ഉരുകി തിളക്കുന്നത് പോലെയായിരിക്കും അത് തിളക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ യറാ അന്ന അഹദൻ അശദ്ദ മിൻഹു അദാബൻ. അത് അനുഭവിക്കുമ്പോൾ അവൻ കരുതുന്നത് നരകത്തിൽ ഏറ്റവും ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാണെന്ന് അവൻ കരുതുന്നു. എന്നാൽ വഇന്നഹു ലഅഹ്വനുഹും അദാബ, സത്യത്തിൽ നരകത്തിൽ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ അനുഭവിക്കുന്നത് അവനാണ്. പക്ഷെ അവൻ കരുതുന്നത് ഏറ്റവും ശിക്ഷ അനുഭവിക്കുന്നത് താനാണ് എന്നാണ്. യഖൂലുല്ലാഹു അസ്സ വജൽ യുരീദൂന അൻ യഖ്റുജൂ മിനൻ നാരി വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബുൻ മുഖീം. നരകാഗ്നിയിൽ ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന്, ഒന്ന് പുറത്തു പോകണമെന്ന് അവൻ ആഗ്രഹിക്കും, പരിശ്രമിക്കും. പക്ഷേ ഇല്ല, അതിലേക്ക് അവൻ മടക്കപ്പെടും. ആ നരകാഗ്നിയിൽ അവന് അത്യധികം കഠിനമായ, അവൻ അതിൽ നിത്യമായി ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അതിൽ വസിക്കുന്ന ഒരു ശിക്ഷയാണ് അവനുള്ളത്. യഖൂലുല്ലാഹു അസ്സ വജൽ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകാഗ്നിയുടെ കാഠിന്യം അവന് അനുഭവിക്കുന്നതിന് വേണ്ടി അവന്റെ തൊക്ക് അത് നശിച്ചു പോകുമ്പോൾ പുതിയ തൊലി അവന് നൽകപ്പെടുമെന്നാണ്. നരകത്തിന്റെ കാഠിന്യം അത് പറയുന്ന വചനങ്ങളും ഹദീസുകളും നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ
അത് അവസാനിക്കുകയിൽ അത്രമാത്രം കാഠിന്യമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും സ്വന്തം കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം, സൂക്ഷിക്കണം കേട്ടോ. ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. നരകത്തിന്റെ കാവൽക്കാർ അള്ളാഹുവിന്റെ കൽപ്പനക്കൊരിക്കലും വിഘാതം പ്രവർത്തിക്കാത്ത, കരുണ തീണ്ടിയിട്ടില്ലാത്ത, കാഠിന്യമുള്ള സ്വഭാവമുള്ള മലക്കുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അള്ളാഹുവിനോട് എപ്പോഴും നരകാഗ്നിയിൽ നിന്ന് ശരണം തേടുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നരകാഗ്നി ഒരിക്കലും ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതല്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ഒരു മുഅ്മിൻ ജീവിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽഹിജാറ, മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്ന ഒരു നരകത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആ ആയത്ത് പാരായണം ചെയ്തിട്ട് പറയുകയാണ്. ആ ഹിജാറത്ത് എന്ന് പറയുന്നത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്നഹാ ഹിജാറത്തുൻ കൽ ജിബാൽ, പർവ്വതങ്ങൾ കണക്കെയുള്ള കല്ലുകളാണത്. ആ കല്ലുകൾ പോലും ഉരുകിപ്പോകുന്നതായ നരകാഗ്നിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ. എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇദ്നി മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ, നരകാഗ്നിയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും പടച്ച റബ്ബേ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.